കർമ്മങ്ങളുടെ പ്രതിധ്വനി. ഒരു കഥ കേട്ടാലോ? ഹിമാലയൻ താഴ്വരയിലെ ആ പ്രഭാതം അതിമനോഹരമായിരുന്നു. മഞ്ഞു മൂടിയ മലനിരകൾക്ക് മുകളിലൂടെ ഉദിച്ചുയരുന്ന സൂര്യൻ്റെ സ്വർണവെയിൽ ആ ഗ്രാമത്തെ ആകെ പ്രകാശപൂരിതമാക്കി. കുളിർക്കാറ്റിൽ പൈൻമരങ്ങൾ മെല്ലെ ആടിയുലയുന്നുണ്ട്. അടുപ്പിൽ നിന്നും ചൂടോടെ ചുട്ടെടുത്ത ആ റൊട്ടിയുമായി പടിപ്പുരവാതിൽക്കൽ നിൽക്കുമ്പോൾ ആ വീട്ടമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു സംതൃപ്തിയും സന്തോഷവും നിറഞ്ഞു നിന്നിരുന്നു. മരപ്പലകകൾ കൊണ്ടുള്ള ആ ചെറിയ പടിപ്പുരയിൽ റൊട്ടി വെച്ച് ഒരു പുഞ്ചിരിയോടെ അവർ ദൂരേക്ക് നോക്കി. അതാ മഞ്ഞിൻ മറയിലൂടെ ആ രൂപം നടന്നു വരുന്നത് അവർ കണ്ടു. തൻ്റെ റൊട്ടിയും പ്രതീക്ഷിച്ച് ആ സന്യാസി വരികയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത് ആ വീട്ടമ്മയുടെ ഒരു ദിനചര്യയാണ്. ആ ഗ്രാമത്തിൽ ഏറ്റവും രുചികരമായി ഭക്ഷണം പാചകം ചെയ്യുന്നവരായിരുന്നു അവർ. എല്ലാ ദിവസവും വീട്ടാവശ്യത്തിനുള്ള റൊട്ടി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഒരു റൊട്ടി കൂടി അവർ അധികമുണ്ടാക്കും. വിശക്കുന്ന ഏതോ ഒരു പാവപ്പെട്ടവന് വേണ്ടി അത് പടിപ്പുരയിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ആ സന്യാസി അവിടെ എത്തുന്നത്. റൊട്ടി എടുക്കുന്നതിന് മുൻപ് അദ്ദേഹം അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ നന്മ എപ്പോഴും നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. പിറ്റേ ദിവസവും റൊട്ടി വെച്ച ഉടനെ ആ സന്യാസി കടന്നു വന്നു. തലേ ദിവസം പറഞ്ഞ അതേ വാക്കുകൾ വീട്ടമ്മയോട് പറഞ്ഞ് റൊട്ടിയും എടുത്ത് അദ്ദേഹം നടന്നു നീങ്ങി. എല്ലാ ദിവസവും ഇത് പതിവായി. താൻ റൊട്ടി വയ്ക്കുന്നതും കാത്ത് സന്യാസി ദൂരെ നിൽക്കുകയാണെന്ന് പോലും അവർക്ക് തോന്നിത്തുടങ്ങി. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും വീട്ടമ്മയുടെ ഉള്ളിലെ ആ സന്തോഷം പതിയെ നീരസത്തിന് വഴിമാറി. റൊട്ടി വയ്ക്കുന്ന സമയം നോക്കി കൃത്യമായി വരികയും ഒരേ വാക്കുകൾ തന്നെ സ്ഥിരം പറഞ്ഞ് റൊട്ടിയെടുത്ത് പോവുകയും ചെയ്യുന്നതിലാണ് അവർക്ക് മുഷിപ്പ് തോന്നിയത്. വല്ലാത്ത ഒരു സന്യാസി തന്നെ, വീട്ടമ്മ ദേഷ്യത്തോടെ ചിന്തിച്ചു. ഒരു നന്ദിയുള്ള വാക്കോ എനിക്കൊരു അനുഗ്രഹമോ പോലും പറയാതെ സ്ഥിരമായി ഈ ഒരേ വാക്കുകൾ തന്നെ പറഞ്ഞ് ഇയാൾ റൊട്ടിയെടുത്ത് പോകുന്നു. സന്യാസിയുടെ ഈ പ്രവൃത്തിയിൽ വീട്ടമ്മയുടെ അതൃപ്തി ദിവസം ചെല്ലും തോറും വർദ്ധിച്ചു വന്നു. ഒടുവിൽ അരിശം പൂണ്ട അവർ ഒരു കടും കൈ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ആ സന്യാസിക്ക് നൽകുന്ന റൊട്ടിയിൽ വിഷം ചേർക്കുക. അങ്ങനെ അവർ വിഷം ചേർത്ത് റൊട്ടി ഉണ്ടാക്കി പടിപ്പുരവാതിൽക്കൽ കൊണ്ടുപോയി വച്ചു. ദൂരെ സന്യാസി നടന്നു വരുന്നത് അവർ കണ്ടു. പക്ഷേ ആ നിമിഷം അവരുടെ ഉള്ളിലെ മനസാക്ഷി ഉണർന്നു. താൻ ഈ ചെയ്യാൻ പോകുന്നത് എത്ര വലിയ പാതകമാണെന്ന തിരിച്ചറിവ് അവരെ നടുക്കി. ഒട്ടും സമയം കളയാതെ അവർ ഓടിച്ചെന്ന് ആ വിഷം ചേർത്ത റൊട്ടി എടുത്തു മാറ്റി. പകരം നല്ലൊരു റൊട്ടി കൊണ്ടുപോയി അവിടെ വെച്ചു. പതിവ് പോലെ സന്യാസി കടന്നു വരികയും ആ സ്ഥിരം വാക്കുകൾ പറഞ്ഞ് റൊട്ടിയും എടുത്ത് നടന്നു പോവുകയും ചെയ്തു. അതിനുശേഷമുള്ള ഏതാനും ദിവസങ്ങളിലും പതിവ് തെറ്റാതെ സന്യാസി വരികയും റൊട്ടിയെടുത്ത് മടങ്ങുകയും ചെയ്തു. എന്നാൽ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ദിവസം സന്യാസിയെ കാണാതായി. തുടർന്നുള്ള ദിവസങ്ങളിലും സന്യാസി വന്നില്ല. ദിവസങ്ങളോളം സന്യാസിയെ കാണാതായപ്പോൾ വീട്ടമ്മയ്ക്ക് വല്ലാത്ത പ്രയാസം തോന്നി. തൻ്റെ റൊട്ടി വാങ്ങാൻ അദ്ദേഹം വരാത്തതെന്താണെന്ന് അവർ നിരന്തരം ആലോചിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉച്ചനേരം വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് അവർ ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവർ ഞെട്ടിപ്പോയി. ഒരുപാട് കാലങ്ങളായി ദൂരെ നാട്ടിലേക്ക് ജോലിക്ക് പോയിരുന്ന തൻ്റെ പ്രിയപ്പെട്ട മകൻ. അവൻ്റെ ശരീരമാകെ മുറിവുകളായിരുന്നു. ശാരീരികമായും മാനസികമായും തളർന്ന അവസ്ഥയിൽ അവൻ അവൻ്റെ അമ്മയുടെ മുന്നിലേക്ക് വീഴാൻ പോയി. എന്തു പറ്റി മോനെ? എന്താണ് നീ ഈ കോലത്തിൽ? അവർ അവനെ താങ്ങി പിടിച്ച് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. മകൻ പറഞ്ഞു, അമ്മേ, ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അപ്രതീക്ഷിതമായി വലിയ അക്രമങ്ങളും കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. ഒരുപാട് ദിവസം അത് നീണ്ടുനിന്നു. ഒരു ദിവസം രാത്രി ആരും കാണാതെ ഞാൻ അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ വിശപ്പും ദാഹവും സഹിച്ച് വീട്ടിലേക്കുള്ള വഴിയിൽ ഞാൻ തളർന്നു വീണു. മരിക്കുമെന്ന് ഉറപ്പിച്ച നിമിഷം. പക്ഷേ അവിടെ നിന്നും എന്നെ ഒരു സന്യാസി എടുത്ത് അദ്ദേഹത്തിൻ്റെ കുടിലിലേക്ക് കൊണ്ടുപോയി. എനിക്ക്
എണീറ്റിരിക്കാൻ പോലും സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം എന്നെ അവിടെ കിടത്തി വേണ്ട മരുന്നും പരിചരണങ്ങളും തന്നു. ഒരു നിമിഷം നിർത്തിയിട്ട് അവൻ തുടർന്നു. അമ്മേ, ദിവസങ്ങളോളം അദ്ദേഹം എന്നെ ശുശ്രൂഷിച്ചു. കൂടാതെ എല്ലാ ദിവസവും രാവിലെ പുറത്തുപോയി എനിക്ക് കഴിക്കാൻ ഒരു റൊട്ടി കൊണ്ടുവന്ന് തരും. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് വിതുമ്പലോടെ പറഞ്ഞു, അമ്മേ, ആ സന്യാസി എനിക്ക് ദിവസവും കൊണ്ടുവന്നിരുന്ന ആ റൊട്ടിയുടെ രുചി ഞാൻ ജീവിതത്തിൽ മറക്കില്ല. മരണത്തിൻ്റെ വക്കിൽ കിടക്കുമ്പോഴും ആ റൊട്ടി കഴിച്ചപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വന്നത് അമ്മയുടെ കൈപുണ്യമാണ്. അമ്മ ഉണ്ടാക്കിത്തരുന്ന അതേ രുചിയായിരുന്നു അതിന്. ജീവൻ നഷ്ടപ്പെടുമായിരുന്ന എനിക്ക് എൻ്റെ ആരോഗ്യം തിരികെ നൽകിയത് ആ റൊട്ടിയാണ്. എഴുന്നേറ്റ് നടക്കാമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ അദ്ദേഹം തന്നെയാണ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്നാക്കിയത്. ഇത്രയും കേട്ടതും ആ വീട്ടമ്മ ഉച്ചത്തിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്തിനാണ് അമ്മ ഇങ്ങനെ അലറിക്കരയുന്നതെന്നറിയാതെ ആ മകൻ അന്ധാളിച്ചു നിന്നു. അവൻ അത്ഭുതമായിരുന്നു. എന്നാൽ ആ അമ്മയുടെ കരച്ചിൽ തൻ്റെ മകന് തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ടായിരുന്നില്ല. മറിച്ച് ദേഷ്യം വന്ന് അന്ന് താൻ വിഷം ചേർത്ത റൊട്ടിയാണ് പടിപ്പുരയിൽ വച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നോർത്തായിരുന്നു അവരുടെ നെഞ്ചു പിടഞ്ഞത്. അന്ന് താൻ ആ റൊട്ടി മാറ്റിവെച്ചില്ലായിരുന്നുവെങ്കിൽ തൻ്റെ സ്വന്തം മകൻ്റെ ജീവൻ തൻ്റെ കൈകൊണ്ട് തന്നെ ഇല്ലാതാകുമായിരുന്നു. ആ വലിയ സത്യം അവർ മകനോട് വിവരിച്ചു കൊടുത്തു. സന്യാസി പറഞ്ഞ വാക്കുകളുടെ ആഴം അവർ അപ്പോഴാണ് ശരിക്കും തിരിച്ചറിഞ്ഞത്. നന്ദി.